ഉക്രൈൻ മോസ്കോയെ ആക്രമിച്ചതിന് പ്രത്യാക്രമണമായി ഉക്രൈന്റെ തലസ്ഥാനമായിരിക്കുന്ന കീവിൽ രൂക്ഷമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെ റഷ്യ നടത്തി. 367 മിസൈലുകളാണ് ഒരേ സമയം വ്യത്യസ്ത മേഖലകളിൽ പതിച്ചത് എന്ന തരത്തിൽ റിപ്പോർട്ട് വന്നു. 12-ലധികം ആളുകൾ കൊല്ലപ്പെട്ട വിവരം വന്നു. 60-ലധികം ആളുകൾക്ക് പരിക്കേറ്റ വിവരം വന്നു. യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ശക്തമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെ റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉക്രൈന് നേരെ വരുന്നത്. ലോകാടിസ്ഥാനത്തിൽ ഈ വിഷയം വലിയ രീതിയിൽ കത്തിപ്പടരുകയും ചർച്ചയിൽ വരികയും ചെയ്തിരിക്കുകയാണ്. കാര്യം എന്ന് പറയുന്നത്, ഈ യുദ്ധത്തിന്റെ മറ്റൊരു മുഖമാണ് കാണുന്നത് എന്നുള്ളതും ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന രീതിയിലൊക്കെ അഭിപ്രായങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഇപ്പോൾ വിലയിരുത്തുകയും ചെയ്യുന്നു. പറയുന്ന കാര്യം, ഇത് അവസാനിക്കാത്തൊരു യുദ്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അഭിമാനം പണയം വെക്കാൻ തയ്യാറല്ല എന്ന് ഇതിനു മുൻപ് റഷ്യയുടെ പ്രസിഡന്റ് പുടിൻ പറഞ്ഞതിനോടനുബന്ധിച്ച് അവർ വിജയിക്കാൻ വേണ്ടി ആണവായുധം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സ്ഥിതി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് കൈവിട്ടു പോകുന്ന സ്ഥിതിവിശേഷം വരും. അത്തരമൊരു ആക്രമണ രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം തന്നെ അസ്തമിക്കുന്ന രീതിയിലേക്കും ആ പ്രദേശം ഒന്നടങ്കം അല്ലെങ്കിൽ ആ രാജ്യം ഒന്നടങ്കം റഷ്യൻ യൂണിയനോട് കൂടി കൂട്ടിച്ചേർക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് വിലയിരുത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയും ബലമുള്ള രാജ്യവുമായിരുന്നു ഒരു കാലത്ത് ജപ്പാൻ എന്ന് പറയുന്നത്. രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് അമേരിക്ക 2 ഇടങ്ങളിൽ 2 പ്രദേശങ്ങളിൽ ആണവ സ്ഫോടനം നടത്തിയതോടുകൂടിയാണ് ആ രാജ്യം തന്നെ തകർന്നു പോയത്. പിന്നീട് ജപ്പാനുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ തീരുമാന കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അമേരിക്കയാണ് എന്നിടത്തേക്ക് വന്നു. യുദ്ധത്തിൽ പരാജയം സംബന്ധിച്ചു, കീഴടങ്ങാൻ താല്പര്യം കാണിച്ചു. അങ്ങനെ ലോക സൈനിക ശക്തികളുടെ ലിസ്റ്റിൽ നിന്ന് ജപ്പാൻ എന്നേക്കുമായി ഇല്ലാതായി. ആ മേഖലയിലേക്ക് അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് പിന്നീട് അമേരിക്ക കയറി വന്നു. അമേരിക്കയേക്കാൾ സൈനിക ബലവും ശക്തിയുള്ള രാജ്യങ്ങൾ ഇപ്പോഴും ലോകത്തുണ്ട്. പക്ഷെ അവരുടെ ബലം എന്ന് പറയുന്നത് അവർ ആണവായുധം ഉണ്ട് എന്നല്ല, അത് പ്രയോഗിച്ചു എന്നുള്ളതാണ്. ആ ഒരു പേടിയിലാണ് ഇപ്പം നിൽക്കുന്നത്. സമാനമായിരിക്കുന്ന സ്ഥിതി റഷ്യ ഉക്രൈനിൽ ഉപയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഏകാധിപത്യവും ഈ സർവാധിപത്യവും റഷ്യയിലേക്ക് വന്നു കയറുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. റഷ്യ ഉക്രൈനിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പകരമായ രീതിയിൽ റഷ്യയിൽ അമേരിക്ക ചെയ്യില്ലെന്നും ലോകത്തൊരു രാജ്യം ചെയ്യില്ലെന്നുള്ളത് ഉറപ്പാണ്. കാരണം അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തെ അത് സാരമായിട്ട് ബാധിക്കും എന്നതിനാൽ ഏറെക്കുറെ ഒഴിഞ്ഞു നിൽക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഇപ്പോഴത്തെ വിഷയകാര്യങ്ങൾ എന്ന് പറയുന്നത്, ഏത് തരത്തിലാണ് ഇത്രയും രൂക്ഷമായിരിക്കുന്ന ഒരു ആക്രമണം റഷ്യ നടത്തിയത് എന്നുള്ളതാണ്. അതിൽ പറയപ്പെടുന്ന മറുപടി, അത് റഷ്യയുടെ പത്രങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. എഡിറ്റോറിയൽ ചെയ്തുകൊണ്ടും ആ വിവരങ്ങൾ പറയുന്നുണ്ട്. 4 സൈനിക കമാൻഡർമാർ മോസ്കോയിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് 3 സ്ഫോടനം അല്ലെങ്കിൽ 4 സ്ഫോടനം നടത്തിയ പല സമയങ്ങളിലും പല ഘട്ടങ്ങളിലായി നടത്തപ്പെട്ടതാണ്. സൈനിക കമാൻഡർ ലക്ഷ്യം വെച്ചുകൊണ്ട് ചാരവിഭാഗം റഷ്യയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലാണ് വളരെ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് 3 സൈനികരും കൊല്ലപ്പെട്ടത്. ഇതൊക്കെ റഷ്യയുടെ പ്രസിഡന്റായിരിക്കുന്ന വ്ളാഡിമിർ പുടിന്റെ വലങ്കയായി പ്രവർത്തിച്ച സൈനിക കമാൻഡർമാരാണ്. ഭീകരവാദികൾ നടത്തുന്ന രീതിയിലുള്ള അതിരൂക്ഷമായിരിക്കുന്ന അല്ലെങ്കിൽ അതിക്രൂരമായിരിക്കുന്ന സ്ഫോടനമാണ് ഈ സമയങ്ങളിൽ ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട് മുഴുവൻ നടത്തിയത്. സാധാരണഗതിയിൽ ഒരു രാജ്യത്തെ ആക്രമിക്കുന്ന രീതിയിലുള്ള ആയുധങ്ങളല്ല പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് കാണുന്നത്. അവരുടെ കാറിന്റെ അടിഭാഗത്തോ മറ്റേതെങ്കിലും ഭാഗങ്ങളിലോ ഇത്തരം സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് സമയബന്ധിതമായ രീതിയിൽ റിമോട്ട് പ്രവർത്തിച്ചു കൊണ്ടാണ് സ്ഫോടനം നടത്തിയത് എന്നുള്ളത് 2 സൈനിക കമാൻഡർ കൊല്ലപ്പെട്ടപ്പോഴും റഷ്യയുടെ അന്വേഷണ ഏജൻസി പറയപ്പെട്ടിട്ടുണ്ട്. ഇത് അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണമൊന്നുമല്ല, കൃത്യമായ രീതിയിൽ ആയുധങ്ങൾ വെച്ചുകൊണ്ട് സ്ഫോടനം നടത്തുകയാണ് ഉണ്ടായത്. അത് റിമോട്ട് വെച്ചുകൊണ്ട് നടത്താനാണ് സാധ്യത എന്ന് പറയുന്നു. അപ്പോൾ ഈ സൈനിക കമാൻഡർമാർ കൊല്ലപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ആഘാതം മോസ്കോയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്ന് റഷ്യ തന്നെ സ്ഥിരീകരിച്ചതാണ്. ഇതിൽ തീർച്ചയായിട്ടും തങ്ങൾ വലിയ രീതിയിലുള്ള തിരിച്ചടി നൽകും, അതവർക്ക് താങ്ങാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത്. ഏറെക്കുറെ ഉക്രൈൻ തലസ്ഥാനമായിരിക്കുന്ന കീവി ലക്ഷ്യം വെച്ചുകൊണ്ട് റഷ്യ വല്ലാതെ ആക്രമണം നടത്താറില്ല. സമാനമായ രീതിയിൽ
റഷ്യയുടെ തലസ്ഥാനമായിരിക്കുന്ന മോസ്കോ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉക്രൈനും ആക്രമണം നടത്താറില്ല. ഇപ്പൊ രീതിയൊക്കെ മാറി തലസ്ഥാന നഗരിയിലെ പ്രധാനമായിരിക്കുന്ന മേഖലയും വ്യക്തികളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഉക്രൈൻ ചെയ്യുന്നത്. സമാനമായ രീതിയിലുള്ള തിരിച്ചടിയാണ് റഷ്യയുടെ ഭാഗത്തും ഉണ്ടാകുന്നത്. അവർ നഗര പ്രാന്ത പ്രദേശത്തിൽ, അതായത് തലസ്ഥാനമായിരിക്കുന്ന കീവിയുടെ ഏറ്റവും ജനനിബിഡമായിരിക്കുന്ന അല്ലെങ്കിൽ ജനനിബിഡമായിരിക്കുന്ന പ്രദേശങ്ങളും അതോടൊപ്പം തന്നെ സാമ്പത്തിക മുന്നേറ്റമുള്ള വ്യാവസായിക മേഖലയും കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ആക്രമണം. അപ്പോൾ രണ്ട് വിജയമാണ് അതിൽ റഷ്യ പറയുന്നത്. അതിലൊന്ന് സാമ്പത്തികപരമായിരിക്കുന്ന വലിയ നഷ്ടം രാജ്യത്തിന് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ രാജ്യത്തിലെ സൈനികർക്ക് അതല്ലെങ്കിൽ സർക്കാരിന് വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കാനും സാധിക്കും. തലസ്ഥാന നഗരി പോലും സുരക്ഷിതമല്ലെന്ന് ബോധ്യമാകുന്ന സമയത്ത് സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധത്തിന് നേതൃത്വം നൽകുന്നതിലൊക്കെ വലിയ പ്രയാസമുണ്ടാവും. ഈ തരത്തിലൊക്കെ അവർ കണക്ക് കൂട്ടുന്നു. കാരണം എന്ന് പറഞ്ഞാൽ മർമ്മത്തടിക്കുക എന്നുള്ള രീതിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരസ്പരം രണ്ട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. മധ്യസ്ഥ ശ്രമങ്ങളെല്ലാം ഏറെക്കുറെ പരാജയപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഒരു തുടർച്ച ഭാവിയിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിൻ്റെ വാതിലുകളൊക്കെ അടഞ്ഞ രീതിയിലാണ് ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് തന്നെ വന്നത്. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നത്തിന് പരിഹാരം എന്ന നിലക്കുള്ള ഒരു സമാധാന ചർച്ചയോട് തനിക്ക് താല്പര്യമില്ല, താൻ അതിൽ ഒഴുകുകയാണ് എന്നുമാണ് പറഞ്ഞത്. രണ്ട് രാജ്യവും തമ്മിൽ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ രണ്ടു കൂട്ടരും വാശിയിലാണ്, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെങ്കിൽ പിന്നെ ആ ഒരു മധ്യസ്ഥന് അവിടെ പ്രത്യേകിച്ച് റോളുകളൊന്നുമില്ല. ആയതിനാൽ ഞാൻ അവിടെ അവരുള്ള മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് ട്രംപ് പറഞ്ഞത് വലിയ പ്രാധാന്യമുള്ള ചർച്ചയായിട്ട് റിപ്പോർട്ടായിട്ട് വന്നതാണ്. എന്നാൽ ഇലക്ഷനോടനുബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനോടനുബന്ധിച്ച് ട്രംപ് പറഞ്ഞത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അതിനൊക്കെ രീതികളൊക്കെ മാറ്റം വന്നു. താൻ അധികാരത്തിൽ വന്ന് 24 മണിക്കൂറിനിടയിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വിഷയം, പാലസ്തീൻ ഇസ്രായേൽ തമ്മിലുള്ള വിഷയം താൻ അവസാനിപ്പിക്കും എന്നാണ് പ്രചരണത്തോടനുബന്ധിച്ച് വന്നത്. അധികാരത്തിലേറിയതിനു ശേഷം പിന്നെ രീതി കാര്യങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ വന്നു. ആ കാര്യത്തിലൊന്നും വലിയ താല്പര്യമില്ലാത്ത രീതിയിലോ അല്ലെങ്കിൽ അയാൾക്കൊന്നും നടക്കാത്ത രീതിയിലോ കാര്യങ്ങൾ എത്തുന്നു. ഏതായിരുന്നാലും ഇപ്പോഴത്തെ ആക്രമണ പരമ്പരകൾ യഥാർത്ഥത്തിൽ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നടുവൊടിഞ്ഞിരിക്കുന്ന രീതിയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.